بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന عطاء ربك محظورا. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واصدع بما قال الرسول ولا تخف من قلة الأنصار والأعوان. فالله ناصر دينه وكتابه والله كاف عبده بأماني. لا تخش من كيد العدو ومكرهم فقاتلهم بالكذب والبهتان
فجنود أتباع الرسول ملائك وجنودهم فعساكر الشيطان واثبت وقاتل تحت رايات الهدى واصبر فنصر الله ربك داني. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പരിപാടി അടുത്തുനിന്നും അകലെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിൻ്റെ മതത്തിൻ്റെ ആശയങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് വളച്ചുകെട്ടില്ലാതെ, കൂട്ടിച്ചേർക്കലില്ലാതെ, വെട്ടിച്ചുരുക്കലില്ലാതെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ, ഈ പ്രദേശത്തുള്ള ജനങ്ങളോട് സംസാരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആഗ്രഹിക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടുകയും നിരവധി അനുഗ്രഹങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ എത്തപ്പെടുകയും അങ്ങനെ അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുകയും ചെയ്യുന്നവരായി തീരണം എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രവർത്തനത്തിന് എന്തൊക്കെ പാഥേയമാണ് ആവശ്യമുള്ളത്, അത് എവിടെ നിന്നാണ് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത് എന്ന് വ്യക്തമായും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മനുഷ്യ സമുദായത്തിന് കൃത്യമായ മാർഗദർശനം നൽകുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം മനുഷ്യ സമുദായത്തെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവസാനം കടന്നു വന്ന സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളുവരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് എത്തുവാൻ, അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ ആവശ്യമായ നന്മകളുടെ മേഖലകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വ്യക്തമായും സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. സമുദായം പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഇരുട്ടിൽ തപ്പേണ്ടുന്നൊരു ഗതികേടുണ്ടായിട്ടില്ല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും തെളിമയാർന്ന ഒരു തെളിവിലാണ്, സുതാര്യമായ സുവ്യക്തമായ ഒരു തെളിവിലാണ്. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാത്രികൾ പകൽ പോലെ സുവ്യക്തങ്ങളാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, നശിച്ചവനല്ലാതെ എനിക്ക് ശേഷം ആ പാതയിൽ നിന്ന് തെന്നിപ്പോവുകയില്ല എന്ന് ലോകത്തിൻ്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കടന്നു വന്നതിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്ത് കടന്നു വന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നൊരു വാചകം, ഒരു ഉദാഹരണം പ്രവാചകൻ സ്വഹാബത്തിൻ്റെ മുന്നിൽ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലി വ മസലുൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബുൻയാനാ ഫഅഹ്സനഹു വഅജ്മലഹു ഇല്ലാ മൗദിഅ ലബ്നത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായാഹു فجعل الناس يطوفون به ويعجبون له فيقولون هلا وضعت هذه اللبنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മസലി വ മസലുൽ അംബിയാഇ മിൻ ഖബ്ലി, എനിക്കും മുമ്പ് കഴിഞ്ഞുപോയതുമായ 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളുടെ ഉപമ, കമസലി റജുലിൻ, ഒരു മനുഷ്യന്റെ ഉപമ പോലെയാണ്, ബനാ ബുൻയാനാ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ പോലെയാണ്, ഫഅഹ്സനഹു വഅജ്മലഹു, ആ ബിൽഡിംഗ് അയാൾ ഏറ്റവും മനോഹാരിതമായിട്ടാണ്, ഏറ്റവും സൗന്ദര്യത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ സുന്ദരമായ മനോഹരമായ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളെപ്പോലെയാണ്. ഇല്ലാ മൗദിഅ ലബ്നത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായാഹു, ആ സുന്ദരമായ ബിൽഡിങ്ങിന്റെ മൂലയിൽ ഒരു കല്ല് മാത്രം ഒഴിവാക്കിയിട്ടിരിക്കുന്നു. മൂലയിൽ ഒരു കല്ലൊഴിച്ചുകൊണ്ട് മണിസൗധത്തിന്റെ സൗന്ദര്യം സമ്പൂർണമാക്കി തീർത്ത ഒരു മനുഷ്യനെ പോലെയാണ്. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഫജഅലന്നാസു യതൂഫൂന ബിഹി വയഅജബൂന ലഹു, ജനങ്ങളൊക്കെ ആ ബിൽഡിങ്ങിന്റെ മനോഹാരിത കണ്ടിട്ട്, അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട്, അത് കാണാൻ കൗതുകത്തോടെ ചുറ്റുഭാഗത്ത് നടന്നു നോക്കുകയാണ്. ആളുകൾ ആ വീടിന്റെ ചുറ്റുഭാഗം നടന്നു നോക്കുമ്പോൾ അതാ അതിൻ്റെ മൂലയിൽ ഒരു കല്ലൊഴിവാക്കിയിട്ടിരിക്കുന്നു. സുന്ദരമായ ഭവനത്തിന്റെ മനോഹാരിതക്ക് കോട്ടം തട്ടുന്ന നിലക്കൊരു കല്ല് മാത്രം ഒഴിവാക്കിയിട്ടതിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. ഫയഖൂലൂന ഹല്ലാ വദഅത് ഹാദിഹിൽ ലബ്നാ, അവർ ചോദിക്കുകയാണ്, എന്താണ് ഈ മൂലയിലെ ഒരു കല്ല് മാത്രം ഒഴിവാക്കിയിട്ടിരിക്കുന്നത്? അതുകൂടി വെച്ചുകൊണ്ട് ഈ മണിസൗധത്തിന്റെ പൂർത്തീകരണം നടത്തിക്കൂടെ? ഈ മണിസൗധത്തിന്റെ മനോഹാരിതക്ക് പൂർത്തീകരണം നൽകിക്കൂടെ എന്നവർ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅനൽ ലബ്നാ, ഞാനാണ് ആ മൂലയിലെ കല്ല്, വഅന ഖാതിമുൻ നബിയ്യീൻ, ഞാനാണ് അമ്പിയാക്കളിൽ അന്ത്യമനായി കടന്നു വന്നയാള്. അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങി സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്ദരമായ മണിസൗധത്തിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന ദൈവദൂതനാണ് ഞാനെന്ന് ലോകത്തിലേക്കും മുഴുവനും മാതൃകായോഗ്യനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞ വാചകം ഇതാണ്, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, വിശിഷ്ടമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നതെന്ന് മനുഷ്യ സമുദായത്തിന്റെ വൈയക്തികവും കുടുംബവും സാമൂഹികവും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവുമായ സകല മേഖലകളിലേക്കും നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഏതൊക്കെ സ്വഭാവ മഹിമകളുണ്ടോ, ഏതൊക്കെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ടോ, ഏതൊക്കെ ആചാര അനുഷ്ഠാന വിശ്വാസ മേഖലകളുണ്ടോ,
അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്നയാളാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അതേ ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള പഠിപ്പിച്ച ആശയം ഏതാണെന്ന് തപ്പിത്തടയേണ്ടതില്ല. റസൂലുള്ള പറഞ്ഞ മാർഗം ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല. വ്യക്തമായ നിർദ്ദേശങ്ങൾ അവിടുന്ന് നൽകിയിട്ടുണ്ട്, അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നന്മയുടെ ഒരു മേഖലയും പഠിപ്പിക്കാതെ റസൂലുള്ള ഇവിടുന്ന് പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മാ മിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊക്കെ നന്മകളുണ്ടോ, സ്വർഗീയ ആരാമങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന നന്മകളുടെ മേഖലകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പാതയോരത്തുകൂടി നടന്നു പോകുന്നൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എതിരെ വരുന്നൊരു മുസ്ലിമിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാളുകൾ കൈ ചേർത്തുകൊണ്ട് വിഷു ചെയ്യുന്ന സമയമതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മുസാഫഹത്തിന്റെ സന്ദർഭത്തിൽ അവരുടെ കൈക്കിടയിലൂടെ ചെറുപാപങ്ങൾ അങ്ങ് കൊഴിഞ്ഞു വീണയില്ലാതെയായി തീരുമെന്ന് നന്മകളുടെ മേഖലകൾ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരു നന്മയും ബാക്കിയാക്കിയിട്ടില്ല. ആധുനിക ലോകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ടിന്റെയും ഉത്തരാർദ്ധത്തിൽ അന്ധകാര നിബിഡമായിരുന്ന മനുഷ്യന്റെ മനസ്സുകളിലേക്ക് വെള്ളി വെളിച്ചം തൂകി മനുഷ്യത്വത്തിന്റെ ഉജ്ജ്വല ഭാവതലങ്ങളിലേക്ക് കൈപിടിച്ച് ആനയിച്ച ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാനവിക നന്മകളെ പിൻപറ്റാൻ ഇക്കാലഘട്ടത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനതാ ഏതാണ് നന്മയെന്ന് അന്വേഷിച്ചു നടക്കേണ്ടതില്ല. 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന് നന്മ പഠിപ്പിച്ചു കൊടുത്ത നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മയല്ലാതെ വേറൊരു നന്മയും ലോകത്തിന് ദർശിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സമുദായത്തിന് നന്മകളെ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച ദൈവദൂതൻ. അതാണ് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിലൂടെ റബ്ബ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് കേട്ടോ. അത്യുത്കൃഷ്ടമായ മാതൃകയാണ്. മനുഷ്യ സമുദായത്തിന്റെ റോൾ മോഡലാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ തള്ളിയിട്ട് ഒരാൾക്ക് ഒരു പ്രവർത്തനവും ഭൂമി ലോകത്ത് ചെയ്യാൻ സാധ്യമല്ലല്ലോ. റസൂലുള്ള പഠിപ്പിച്ച നന്മകളുടെ മേഖലയിലൂടെ അല്ലാതെ ഒരാൾക്കും മുന്നോട്ട് സഞ്ചരിക്കാൻ സാധ്യവുമല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള നിൽക്കുമ്പോൾ നിൽക്കുകയും ഇരിക്കുമ്പോൾ ഇരിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞുവോ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ടരായ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ്. റസൂലുള്ളാഹിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്കൃഷ്ട സമുദായത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന അനുഭൂതികളെ ഉണർത്തിക്കൊണ്ട് 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്,
والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه السابقون الأولون من المهاجرين والأنصار ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളിലും പെട്ട സ്വഹാബിവര്യന്മാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ നന്മയിൽ അവരെ പിൻപറ്റിയ പിൻഗാമികളായ ആളുകളും റളിയല്ലാഹു അൻഹും വറദൂ അൻ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വഅഅദ്ദ ലഹും അല്ലാഹു അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നതെന്നറിയുമോ? മാലോകരെപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സെപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാഥാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ, സ്വർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി കഴിഞ്ഞുകൂടുന്ന സത്യവിശ്വാസിയുടെ ആഗ്രഹ കേദാരമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമതാ അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. തജ്രീ ആ സ്വർഗീയ ആരാമങ്ങളുടെ അടിഭാഗത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഒഴുകുന്നു? സുന്ദരമായ നദികൾ. അതേ, ബീച്ച് റിസോർട്ടിന്റെയും കായൽ റിസോർട്ടുകളുടെയും ഒക്കെ നാടായ കേരളത്തിൽ നിന്നുകൊണ്ടല്ലേ നമ്മളിത് സംസാരിക്കുന്നത്. ഇടതൂർന്നു വളർന്ന പച്ചപ്പുള്ള മനോഹരമായ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കാണുന്ന സുന്ദരമായ മണിസൗധങ്ങളുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒലിക്കുകയാണെങ്കിൽ എന്തൊരു സൗന്ദര്യമാണ്! അത്തരം ഉത്കൃഷ്ടമായ സൗന്ദര്യമുള്ള മനുഷ്യന്റെ കണ്ണുകൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ കണ്ണും കണ്ടെത്തിയിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഉദിച്ചിട്ടില്ലാത്ത സുഖഭോഗങ്ങളുടെ സമ്മേളന കേന്ദ്രമായ സ്വർഗമതാ അല്ലാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു മുൻഗാമികൾക്ക് വേണ്ടിയെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായത്തിന്റെ 100-ാമത്തെ വാക്യത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്. ആ ഉത്തമരായ മുൻഗാമികൾ റസൂലുള്ളാനെ കണ്ടു ദീന് പഠിച്ചവരാണ്. എങ്ങനെ നിസ്കരിക്കണമെന്ന് റസൂലുള്ള കാണിച്ചു കൊടുത്തു, അപ്രകാരം നിസ്കരിച്ചു. എങ്ങനെ നോമ്പെടുക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു, അപ്രകാരം ചെയ്തു. എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു, അപ്രകാരം ചെയ്തു. എങ്ങനെ ആചാരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് റസൂലുള്ള കാണിച്ചു കൊടുത്തപ്പോൾ അത് ഉൾക്കൊണ്ടു റസൂലുള്ളാന്റെ സ്വഹാബത്ത്. കഴിഞ്ഞില്ല. വിനോദങ്ങളുടെയും ആഘോഷങ്ങളുടെയും മേഖലകളിൽ എന്ത് കാഴ്ചപ്പാടാണ് മുസ്ലിമീങ്ങൾ പുലർത്തേണ്ടത് എന്ന് ലോകത്തിന്റെ നായകനങ്ങ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് സമ്പൂർണമായി പിൻപറ്റുന്നു റസൂലുള്ളാന്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് തന്നെ നന്മ തേടുന്ന മുസ്ലിമേ, ഇസ്ലാമിക ആശയങ്ങൾ തേടുന്ന മുസ്ലിമേ, ആദർശവും ആചാരവും എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, നിന്റെ മുന്നിലതാ ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്രം കാണാം. അത് പിൻപറ്റാതെ നിനക്ക് നന്നാവാൻ സാധ്യമല്ല. അതാണ് മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറഞ്ഞ വാചകം, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നാകിയോ ആ ഒരു കാര്യം കൊണ്ടല്ലാതെ പിൻഗാമികളും നന്നാകുന്നതേ അല്ല. ലോകത്തിന് നേതാക്കന്മാര് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളതാ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമുദായമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. മുൻഗാമികൾ കാണിച്ചു തന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇന്ന് പഥ്യമല്ലാതെയായി തീർന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ
ഏറ്റവും ശക്തമായ റൂട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഞങ്ങൾ ക്ഷണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. മാനോകരുടെ മനതലങ്ങളിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് കരിമ്പാറകളാൽ ആവൃതമായ മക്ക എന്ന ചെറുഗ്രാമത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ശിലാഹൃദയരായ മനുഷ്യരുടെ ഉള്ളിലേക്ക് വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും വെള്ളി വെളിച്ചം കടത്തിവിട്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകത്തിന്റെ ഗുരുവര്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ കാണിച്ചു തന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക്, ആ റസൂലുള്ളയുടെ വാക്കുകൾ കേട്ടപ്പോൾ, റസൂലുള്ളയുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ സ്വന്തം നെഞ്ചിലേക്ക് ആവാഹിച്ച ഉന്നതന്മാരായ റസൂലുള്ളാന്റെ അനുയായി വൃന്ദം, ആ അനുയായി വൃന്ദത്തിന്റെ പ്രവർത്തനത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, അതാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. പക്ഷേ കേരളത്തിലുടനീളം കാണുന്നൊരു പ്രക്രിയ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പുത്തൻവാദികളാണ്. മുജാഹിദുകൾ പുതിയതായ ഒരാശയം രൂപകൽപ്പന ചെയ്ത ആളുകൾ. അതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ കേരളക്കരയിൽ ദീന് പറയാൻ അവകാശമില്ല എന്ന് പറയുകയും അതിനുവേണ്ടി പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആൻ അതിന് വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അത് സ്വഹാബത്ത് പിൻപറ്റിയിട്ട് പിൻഗാമികൾക്ക് എത്തിച്ചു കൊടുത്ത മാർഗം, അതല്ലാതെ ഒരു പുതിയ റൂട്ട് മുജാഹിദുകൾക്ക് പറയാനില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ നടന്നൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ ധാരാളം ക്ലിപ്പുകൾ വാരി വിതറിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ മതം അത് അതിൻ്റെ യഥാർത്ഥ റൂട്ടിലൂടെ അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നിശ്ചയിച്ച സമയം, ആ സമയത്തിനുള്ളിൽ എത്താൻ പറ്റുന്ന മേഖലയിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ചില കാര്യങ്ങൾ പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾ ഏതോ ആ ആശയങ്ങൾ അത് അതിൻ്റെ യഥാർത്ഥ റൂട്ടിലൂടെ മനസ്സിലാക്കണം, പിൻപറ്റണം. ഇതൊരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അവിടെ ഏതൊരു വിഷയം മുസ്ലിമീങ്ങൾക്കുണ്ടോ ആ വിഷയങ്ങളെല്ലാം മുസ്ലിമീങ്ങൾ അംഗീകരിക്കേണ്ടത്, മുസ്ലിമീങ്ങൾ നെഞ്ചിലേറ്റേണ്ടത് മുൻഗാമികളായ ആളുകൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിലൂടെയാണ്. പക്ഷെ ഇവിടെയോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതുന്നവരാണ്. പക്ഷേ ആ ആയത്തുകൾക്ക് മുൻഗാമികൾ നൽകിയിട്ടുള്ള അർത്ഥം കൽപ്പിക്കാത്തവരാണ്. മുജാഹിദുകൾ ആയത്തോതും പക്ഷേ മുൻഗാമികൾ നൽകിയ അർത്ഥം ഉപയോഗിക്കില്ല. പക്ഷേ ഞാനിതാ ഒരു കാര്യം ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം ആധികാരികമായ തെളിവിലൂടെയായിരിക്കും ഇൻഷാ അല്ലാഹ് സഞ്ചരിക്കുക. അക്കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞുപോയ പ്രസംഗത്തിൽ കടന്നു വന്ന ചില പരാമർശങ്ങളുണ്ട്. അതിന് വ്യക്തമായ മറുപടിയും ഇൻഷാ അല്ലാഹ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയുകയാണ്, കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ആശയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത്, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയണം. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് ആളുകൾക്ക് കൂക്കുവിളിക്കാനും കല്ലെറിയാനും പ്രശ്നമുണ്ടാക്കാനും ഒക്കെ തോന്നുന്നത്. അത് തോന്നുന്നത് എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ആദർശത്തെ തെളിവുകളുടെ പിൻബലത്തോടെ അവതരിപ്പിക്കാൻ തങ്ങൾക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴോ, അല്ലെങ്കിൽ താങ്കൾ കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോകുന്നല്ലോ എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും ആളുകൾ പ്രശ്നമുണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾ
അത് അതിൻ്റെ യഥാർത്ഥ നിലക്ക് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം, അതിന് തയ്യാറാവുകയും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം അംഗീകരിക്കണോ, അതിന് വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻബലത്തോടെയല്ലാതെ അംഗീകരിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്ക് ഇല്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകമാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. വിവിധങ്ങളായ റിപ്പോർട്ടിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതേ ഈ മതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയില്ലാത്ത ഒരു കാര്യം, അതേ മതത്തിൽ അതിൽ പെടാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇസ്ലാമിൽ അതിൽ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ചെയ്യുന്ന പ്രവർത്തനം ഇസ്ലാമിൽ തെളിവല്ല. മാത്രമല്ല, ഏതെങ്കിലും നാടുകളിലോ ഗ്രാമങ്ങളിലോ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിൽ അതിന് തെളിവില്ല, ഇസ്ലാം അതിന് ഭാഗമല്ല. മാത്രമല്ല, ഏതെങ്കിലും കീഴ്വഴക്കങ്ങളുടെയോ പ്രവർത്തനങ്ങളുടെയോ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിനില്ല. കാരണം ഏത് വിഷയത്തിനും വ്യക്തമായ പ്രമാണമുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനാ. ആ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടുന്ന കാര്യം, ആ ആയത്ത് കേട്ടപ്പോൾ സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി എന്നുള്ളതാ അവിടുത്തെ വിഷയം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എന്ത് മനസ്സിലാക്കി? നിങ്ങൾ നോക്കൂ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെതാണ് ഭൂമിയിലെ മുഴുവൻ പള്ളികളും. വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അവിടെ അല്ലാഹുവിനോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിക്കരുത് കേട്ടോ, വിളിച്ചു പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ആരാധിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ വിഷയം മുജാഹിദുകൾ കേരളത്തിലുടനീളം പ്രസംഗിക്കാറുണ്ട്. ഇവിടെ ഇതാ ഈ ആയത്ത് ഓതിക്കേൾപ്പിച്ചുകൊണ്ട്, എങ്കിൽ മൗലവിമാരെ, നിങ്ങൾക്ക് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? അത് റസൂലുള്ളാഹിയെ വിളിച്ച് ദുആ ചെയ്യലല്ലേ എന്നൊരു മണ്ടൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചോദിക്കുന്ന ആളോട് തന്നെ നമുക്കൊന്ന് തിരിച്ചു ചോദിക്കാം. എന്ത് സഹായമാണ് റസൂലുള്ളാഹിനോട് ചോദിച്ചത്? എൻ്റെ മകന് വിസ കിട്ടണേ, എൻ്റെ രോഗം പൊറുക്കണേ, എനിക്ക് വിഷമങ്ങളുണ്ട് മാറ്റിത്തരണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലത്തെ ഒരു വിളിച്ചു പ്രാർത്ഥനയാണോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ? ആണോ? മനുഷ്യർ മുഴുവനും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വലാത്തിനൊരർത്ഥമാണുള്ളത്. മനുഷ്യരുടെ സ്വലാത്തിനർത്ഥം പ്രാർത്ഥനയാണ്. അതേ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിനു വേണ്ടിയുള്ള തേട്ടമാണ്, അപേക്ഷയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായിട്ടുള്ളവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു വിളിച്ചു പ്രാർത്ഥനയാണെങ്കിൽ, നമസ്കാരം നിർബന്ധമായത് മുതൽ ലോകത്തോട് വിട പറയുന്നത് വരെ ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തഹിയാത്തിലും തന്നോട് തന്നെ വിളിച്ചു തേടുന്ന പ്രക്രിയ നടത്തിയെന്ന് പറയേണ്ടി വരില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞതൊരു മണ്ടൻ ചോദ്യമാണെന്ന്. റസൂലുള്ള സ്വന്തത്തിനോട് തന്നെ വിളിച്ചു തേടുകയോ, ഓ നബിയെ എന്നെ സഹായിക്കണേ എന്നാണോ അതിന്റെ അർത്ഥം? ഓ
ഓ നബിയെ എനിക്ക് രക്ഷ നൽകണേ എന്നാണോ അതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞ വാചകത്തിന് ഒരിക്കലും മന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന് പറഞ്ഞത് എതിരെ അല്ല. നിങ്ങൾ നോക്കൂ, മുജാഹിദുകളെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാമിന്റെ ആദർശത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പോലും അറിയാത്തവരാണോ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി, ദീന് പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? നോക്കൂ, ഇവിടെ പ്രസംഗിച്ച ആളുണ്ടല്ലോ, മുജാഹിദുകളെ ചീത്ത വിളിച്ചുകൊണ്ട് കുറെ ക്ലിപ്പുകൾ വാരി വിതറിയ ആളുണ്ടല്ലോ. അദ്ദേഹം അതാ ഈ അടുത്തൊരു മുടി സംവാദമുണ്ടായി. ഇപ്പോൾ മുടി സംവാദത്തിന്റെ കാലമാണല്ലോ. മുടി സംവാദത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഔദ്യോഗിക സമസ്ത അഥവാ 85ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത, ആ സമസ്തയും മുടിയിൽ കുടുങ്ങിയ സമസ്തയും, ഈ രണ്ട് സമസ്തയിലെ പണ്ഡിതന്മാരിരുന്നു കൊണ്ടൊരു ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നു. ആ സമയത്ത് ഔദ്യോഗിക വിഭാഗം ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്ന മുടിക്ക് സനതുണ്ടോ? ആ സമയത്ത് അതാ ഇവിടെ പ്രസംഗിച്ച ആളുടെ ചോദ്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്, കേട്ടോളൂ. ഞങ്ങള് വ്യക്തമായിട്ട് നിങ്ങൾ വന്നത് മർക്കസിനെ പൊളിക്കാനാ, ഞങ്ങൾ നിങ്ങളെ മൊത്തം സമസ്തനെ പൊളിക്കാനാ വന്നത്. നിങ്ങൾ വന്നത് മർക്കസിനെ പൊളിക്കാനാ, ഞങ്ങൾ നിങ്ങളെ മൊത്തം സമസ്തനെ പൊളിക്കാനാ വന്നത്. നിങ്ങൾ ഇവിടെ പുതിയൊരു അസുനുണ്ടാക്കി, എന്താണത്? അത് പോരാ, അതിന് സനത് വേണം, സനതുണ്ടായാലേ സ്വീകരിക്കൂ എന്ന ഒരു ഉസൂല് ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കി വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് സ്വന്തം വിവാദമായി മാറി. അതാണ്ടായത്. എന്താ പറഞ്ഞത്? മുടി കൊണ്ടുവന്നപ്പോൾ അതിന്റെ സനത് അന്വേഷിച്ചവരോടാ പറയുന്നത്. ഇങ്ങനെ ഒരു ഉസൂല് ഇസ്ലാമിലില്ല, അതൊരു പുത്തൻ ഉസൂലാണ്, അത് നിങ്ങൾ കൊണ്ടുവന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഈ മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അറിയില്ലെന്നോ? ഏതു വിഷയത്തിനും സനത് വേണ്ടേ മോനെ? സനദില്ല എന്ന് വന്നാലോ, അഥവാ പ്രമാണമില്ല എന്ന് വന്നാലോ, ആർക്കും എന്തും ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടാമല്ലോ. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം, ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അതാ പള്ളിയിലെ ഒരു ഉമ്മാമ കടന്നു വരികയാണ്. വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, മോനെ, യാ അമീറുൽ മുഅ്മിനീൻ, ഖലീഫയോടുള്ള ചോദ്യമാണ്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വത്തിൽ എനിക്ക് വല്ല അവകാശവുമുണ്ടോ? അതാ ഉമ്മാമയുടെ ചോദ്യത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഞാൻ നിങ്ങൾക്കൊരു വിഹിതം കണ്ടിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞതായി എനിക്ക് ഓർമ്മയുമില്ല. അതവിടെ പറഞ്ഞു നിർത്തിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിൽ കൂടിയിരിക്കുന്ന സ്വഹാബി വര്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഇതിന്റെ മറുപടി അറിയുമോ? നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ റസൂലുള്ള എത്രയാ പറഞ്ഞത് എന്ന്? ഉടനെ ഒരു സ്വഹാബി എഴുന്നേറ്റ് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, 6 കൊടുക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ചോദ്യമാണ്, ആ പറഞ്ഞതിന് സാക്ഷ്യപ്പെടുത്താൻ, ആ പറഞ്ഞതിനെ പിന്താങ്ങാൻ ആരെങ്കിലുമുണ്ടോ? അതാ എഴുന്നേൽക്കുന്നു മുഹമ്മദ് ഇബ്നു മസ്ലമത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതേ ഖലീഫ, ഞാനും കേട്ടിട്ടുണ്ട് അപ്രകാരമെന്ന് പറഞ്ഞപ്പോൾ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മാ, നേരത്തെ ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു. റസൂലുള്ള പഠിപ്പിച്ചു എന്ന കാര്യം അനിഷേധ്യമായി തെളിഞ്ഞിരിക്കുന്നു. മോനെ, ഇതിനാ സനദ് എന്ന് പറയുക.
ഇതാ പ്രമാണമെന്ന് പറയുന്നത്. ഈ പ്രമാണം എല്ലാ വിഷയത്തിനും ആവശ്യമില്ലേ? സംവാദത്തിൽ ജയിക്കാൻ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുകയാണോ? വല്ലാത്ത ഷോ കാണിക്കുന്നയാളാണ് ഇദ്ദേഹം എന്നതിൽ സംശയവും വേണ്ട. തന്റെ ഷോ ഇങ്ങനെ ഇട്ടിട്ട് രസിച്ചു നടക്കുകയാണ്. പക്ഷേ അറിയണം, ഇതാ പറഞ്ഞ വാചകം എന്താ? സനത് നിങ്ങളുണ്ടാക്കി, സനത് വേണമെന്ന് നിങ്ങളുണ്ടാക്കിയ ഒരു പുത്തനാശയമാണെന്ന് പറഞ്ഞ ആൾക്ക്, അല്ല മോനെ, എല്ലാത്തിനും സനത് വേണമെന്ന് പ്രിയപ്പെട്ട അവരുടെ ഉസ്താദുമാര് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്? സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്? സനദ് വേണമെന്ന് പറഞ്ഞ വാദം പുത്തനാശയമാണെന്ന് പറഞ്ഞ അഹ്സനിക്കു മറുപടി ഏതാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മറുപടിയാണ്, അല്ല മോനെ, നിനക്ക് തെറ്റിപ്പറ്റിപ്പോയി. എല്ലാം സനദ് കൊണ്ട് മാത്രമാണ് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നത്, ശരിയാക്കാൻ കഴിയുന്നത് സനദ് കൊണ്ടാണ്. അപ്പൊ സനദ് വേണമെന്ന ബാലപാഠം പോലും അറിയാത്തവരാണോ മുജാഹിദുകളെ പഠിപ്പിക്കാൻ വരുന്നത്? മുജാഹിദുകളുടെ മതം ശരിയല്ല എന്നും മുജാഹിദുകളുടെ ആശയം തെറ്റാണെന്നും പറയാൻ വരുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയം അറിയാത്തവരാണോ? ഇനി മാത്രമല്ല, ഇദ്ദേഹത്തിനൊരു ഗ്രേഡ് കൂടിയുണ്ട്. എന്താ ഗ്രേഡ് എന്നറിയാമോ? നേർക്ക് നേരെ ഇരുന്ന സംഗതിക്ക് പോലും പിന്നീട് ഉദ്ധരിക്കുമ്പോൾ ശുദ്ധ കളവങ്ങ് പറഞ്ഞു വിടുന്ന ആളാണ് ഇദ്ദേഹം. വെറുതെ ഞാൻ പറയുകയില്ല. വല്ലപ്പുഴയിൽ വെച്ച് മുജാഹിദുകളും അതുപോലെ സമസ്ത ഈ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരുമായൊരു സംവാദത്തിൽ ഏർപ്പെട്ടു. സംവാദത്തിന്റെ വിഷയം എന്താ? മൗലിദ് കിതാബ് ശരിയോ തെറ്റോ, മൗലിദ് ആ വിഷയം ശരിയോ തെറ്റോ എന്ന ചർച്ചയാണ്. ആ സമയത്തതാ മുജാഹിദുകൾ ശക്തമായി വാദിച്ചപ്പോൾ അവിടെ വെച്ചൊരു സഖാവി പരസ്യമായി പറഞ്ഞു, മൗലിദ് കിതാബിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല, അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കരുതേ എന്ന് പറഞ്ഞു. ഈ വിഷയം സമ്മതിച്ചതാ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഒരു കാട്ടിൽ മുക്കിപ്പോയി പ്രസംഗിച്ചു നമ്മൾ അശ്വനി. പ്രസംഗിച്ച സമയത്തുണ്ട് അശ്വനി നേരെ അത് എതിർത്തു. ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അപ്പോ നേർക്ക് നേരെ ഇരുന്ന് സംസാരിച്ച വിഷയത്തിൽ പോലും കളവ് പറയാൻ മടിയില്ലാത്ത ആളാണ് ഇദ്ദേഹം. കളവ് പറയാൻ മടിയില്ലാത്ത ആളാണ് ഇദ്ദേഹം. വെറുതെ അല്ല, കേട്ടോളൂ, അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പ് നിങ്ങൾ കേൾക്കാം. സബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. അപ്പൊ ഒരാള് പറയുന്നു, വല്ലപ്പുഴ സംവാദത്തിൽ പ്രസംഗിച്ച അവിടെ സംബന്ധിച്ച ആള് പറയുന്നു, ഇല്ല, മൗലിദിന്റെ ഏടുകൾ തെറ്റുണ്ട്, അത് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രത്യേകിച്ചും പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകൾ നിൽപ്പുണ്ടല്ലോ,
നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ പള്ളിയിലെ ഖത്തീബുമാരാരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബിൽ തെറ്റുണ്ട്, അതുകൊണ്ട് അതെല്ലാം അംഗീകരിക്കരുത് എന്ന് പറഞ്ഞൊരു ഖത്തീബിനെ പറയാം നിങ്ങൾക്ക്? നിങ്ങളെ ഈ അഴീക്കോട് ഭാഗത്ത് എവിടെങ്കിലും? വേണ്ട, കേരളം എന്ന ഈ സംസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഇല്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇതാ പറയുന്നത് വരെ കേരളത്തിൽ ഒരാളുണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു എന്നാ. പക്ഷെ അതുപോലും തൊട്ടടുത്തിരിക്കുകയാണ് അഹ്സനി. ആ അഹ്സനിയാണ് പുറത്തിറങ്ങിയിട്ട് പറയണത് മൗലിദിന്റെ ഏടിൽ തെറ്റുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശുദ്ധ കളവ്, നേർക്ക് നേരെ താൻ കേട്ട വിഷയത്തിൽ പോലും കളവ് പറയാൻ മടിയില്ലാത്ത ഒരാള് ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വന്നു, അല്ലെങ്കിൽ മുജാഹിദുകളുടെ ആശയം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നേർക്ക് നേരെ പറഞ്ഞ വിഷയമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മതത്തിന്റെ ആശയം അത് എല്ലാ സമയത്തും ഒന്നു തന്നെയാണ്, മാറ്റപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കടന്നു വന്നത് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. എന്നിട്ട് ആരോടാണ് ദുആ ചെയ്യേണ്ടതെന്ന് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് ആവട്ടെ 23 വർഷക്കാലം പ്രവാചകനായി സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ട്, നാട്ടുകാർക്കിടയിൽ പ്രവർത്തിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും കഴിഞ്ഞുപോയ മഹാന്മാരെ വിളിച്ചിട്ടില്ല. പക്ഷേ മുജാഹിദുകൾ പറഞ്ഞു ഈ വിഷയം. അപ്പോഴതാ കേരളക്കരയിൽ സമസ്തയിലെ മുസ്ലിയാക്കന്മാര് പറയുന്നു, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട്. ഈ മുജാഹിദുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയ പുത്തൻ കക്ഷികളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അതിലതാ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇവർക്ക് ഇവരുടെ ആശയം പോലും സ്ഥിരപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ പോലും റസൂലുള്ള ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ലേ? ഈ വിഷയം പോലും സ്ഥിരപ്പെടുത്താൻ, ശരിയായി ഉദ്ധരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. വൈരുദ്ധ്യം പറയുകയല്ലാതെ ഒരു വിഷയത്തിൽ കാതലായ തീരുമാനം പറയാൻ ഇവർക്ക് സാധ്യമല്ല. നിങ്ങൾ കേട്ടോളൂ, അതാ നൗഷാദ് അഹ്സനി അദ്ദേഹത്തിനൊരു മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കുന്നു ഒരാള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അദ്ദേഹത്തിന്റെ മറുപടിയും നിങ്ങൾ കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മഹാന്മാരെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്ന മുർസലീങ്ങളെ അപകട സമയത്തിൽ വിളിച്ചതായ ഏതെങ്കിലും തെളിവുണ്ടോ? അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയുന്നത് പറഞ്ഞു തെളിവ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളെ വിളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മളെക്കാൾ വലിയ ആളുകളെ വിളിക്കലാണ് സഹായം തേടുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെക്കാൾ വലിയ ആളുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരാളില്ല, അത് അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്ത്? അന സയ്യിദു വൽദി ആദം, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ആദം നബി മുതൽ ഇങ്ങോട്ട് വന്ന മുഴുവൻ ആളുകളും എൻ്റെ കാൽ കീഴിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരാളോടും ചോദിക്കേണ്ടതില്ല. മുഖാമുഖത്തിലെ മറുപടിയാണ്, റസൂലുള്ള ചോദിച്ചിട്ടില്ല, റസൂലുള്ള ആരെയും വിളിച്ചിട്ടില്ല. മുജാഹിദുകൾ പറഞ്ഞ വാക്യമല്ലേ ശരി? അതേ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും വിളിച്ചിട്ടില്ല, ഒരാളോടും സഹായം തേടിയിട്ടില്ല. പക്ഷേ മുജാഹിദുകൾ അതൊരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ഇതാ കൂട്ടത്തിൽ നിങ്ങളൊന്ന് കേട്ടോളൂ, ഇതേ ഗ്രൂപ്പിൽപ്പെട്ട ആള് തന്നെ, അതേ നൗഷാദ് അഹ്സനിയെ പോലെ തന്നെയുള്ള മറ്റൊരു സഖാഫി, അദ്ദേഹം പറയുന്നു റസൂലുള്ള വിളിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നു വിളിച്ചിട്ടുണ്ട് എന്നാണ്. കേട്ടോളൂ നിങ്ങള്.
ഇനി മരണപ്പെട്ടു പോയ വ്യക്തിയെ സഹായത്തിന് വേണ്ടി വിളിക്കലാണോ ശിർക്ക്? അതും ശിർക്കാൻ തരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവലിനെ തേടുകയും ആ കാവലിനെ തേടിയ കലിമാത്തുല്ലാഹി തമ്മാത്ത് എന്ന് പറഞ്ഞാൽ അർവാഹുൽ മുഅ്മിനീൻ, മരണപ്പെട്ടു പോയ ആളുകളുടെ മഹാത്മാക്കൾ എന്നാണ് അതിനർത്ഥമെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചതായി തന്റെ തഫ്സീറുൽ കബീറിൽ കാണാം. കണ്ടോ വൈരുദ്ധ്യമേ, നിന്റെ പേരോ സമസ്തയെന്ന് ആലോചിച്ചു നോക്കൂ. ഒരാള് പറയുന്നു റസൂലുള്ള ആരെയും വിളിച്ചിട്ടില്ല, രണ്ടാമത്തെ ആള് പറയുന്നു റസൂലുള്ള വിളിച്ചിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ. ഇവിടെ അഊദു ബികലിമാത്തില്ലാ എന്ന് പറഞ്ഞ കലിമാത്തില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ അർവാഹുകളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ മഹാന്മാരെ വിളിച്ചു തേടിയിട്ടുണ്ടെന്നൊരു സഖാഫി തെളിവുദ്ധരിക്കുമ്പോൾ അശ്വനി പറയുന്നു, ഇല്ല, റസൂലുള്ളാഹിക്ക് ആരെയും വിളിക്കേണ്ട കാര്യമില്ല. കാരണം റസൂലുള്ള പറഞ്ഞു അന സയ്യിദു വൽദി ആദം. ഇതിലേതാ നിങ്ങൾ അംഗീകരിക്ക? ഇനി രണ്ടാമത്തെ സഖാഫി പറഞ്ഞത് തെളിവായി നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. കാരണം അഊദു ബികലിമാത്തില്ല എന്ന് പറഞ്ഞ കലിമാത്തുള്ളയെ വിശദീകരിക്കുമ്പോ ഇമാം റാസി തന്റെ അഭിപ്രായമായത് പറഞ്ഞു എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധ്യമല്ലല്ലോ. മറിച്ച് ഇമാം റാസി റഹിമഹുല്ലാഹ് അതിന്റെ വിശദീകരണം പറഞ്ഞത് തഫ്സീറുർ റാസിയുടെ 1-ാം ബാല്യത്തിൽ നിങ്ങൾക്ക് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് വിശദീകരിച്ച് വരുമ്പോൾ അദ്ദേഹം അതാ കലിമാത്തുള്ളയെ വിശദീകരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു കലിമാത്തുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനമായ കുൻ എന്നതാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ശേഷം വിശദീകരിച്ചു വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വഅയ്ളൻ സബത ഫീ ഇൽമിൽ മഅഖൂലാത്തി, അഖലാനികളായ ആളുകളുണ്ടല്ലോ, കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് വിവേചിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വിജ്ഞാനീയത്തിൽ സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യമുണ്ട്. കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞുപോയ ആളുകളുടെ ആത്മാവാണ്, അതേ ഉന്നതന്മാരുടെ ആത്മാവാണെന്നൊരഭിപ്രായം ഇമാം റാസി അഖലാനികളുടെ അഭിപ്രായം എടുത്തു കൊടുത്തപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചത് അതാ വ്യാപകാർത്ഥത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവർത്തിച്ചു എന്ന് തെളിയിക്കുകയാണ്. ഇല്ല, തെളിയില്ല. കണ്ടോ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിളിച്ചോ വിളിച്ചില്ലേ രണ്ടുപേർക്കും രണ്ടഭിപ്രായമാണ്. ഇത് ആദർശത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. നിങ്ങൾ കേൾക്കണോ? മൂപ്പരുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പം എവിടെ പ്രസംഗിച്ചാലും ലാസ്റ്റ് പറയും എല്ലാവരും വരും ചോദിക്കും, എല്ലാം ചോദിക്കും, ചോദിക്കാൻ ധൈര്യമുള്ളൊക്കെ വരും ചോദിക്കുന്നു പറയലുണ്ട്. ആ ചോദ്യത്തിൻ്റെയും ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെയും കോല ഇപ്പം ഞാൻ കണ്ടത്. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി, അതേ ആൾ തന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മൂപ്പരുടെ മറുപടി നിങ്ങൾ കേട്ടോളി. അതേന്ന് മറുപടി കേട്ടോ. എൻ്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോൾ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ്
ഞാൻ പറയുന്നു, മുഹിയുദ്ദീൻ ശൈഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിച്ചുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ശൈഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകില്ല. ആ മുഹിയുദ്ദീൻ ശൈഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ശേഷം ഇതാണ് അതിന്റെ മറുപടി എന്ന് പറയണം. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ ജാതി ചോദ്യം ഉത്തരം പറയുന്ന ആളുകളോടാണ് ചോദ്യം ചോദിക്കാൻ മുജാഹിദുകൾ ചെല്ലാൻ പറയണം. ഞാൻ പറയണ മക്കൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോകുന്നത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കുറെ കാലം മനസ്സിലിട്ട് ചോദിച്ച് ഉസ്താദന്മാരോട് ചോദിച്ച് അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് അങ്ങ് പോകുന്നത്. എന്നിട്ട് ഞമ്മക്കുണ്ട് ഇവരോട് ചോദിക്കാൻ. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യം മുട്ടിയിട്ടുണ്ട്, ഞാനും അശ്വനിയും തമ്മിൽ. അവസാനം പരിപാടി നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രം നാട്ടുകാരിൽ ഉണ്ടാക്കിയിട്ട് മുങ്ങല പരിപാടി. അതല്ലേ തിരൂര് മരവന്തയിൽ നടന്നത്? തിരൂര് മരവന്തയിൽ നമ്മൾ 2 പ്രാവശ്യം ഏറ്റുമുട്ടിയില്ലേ? അവസാനം എന്താക്കി? നാട്ടുകാരെ ഇളക്കി വിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവസാനം ഇപ്പോ പോലീസ് ഇടപെട്ട് പറഞ്ഞു വേണ്ട, ഇനി പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടിക്ക് സ്ഥലം തന്നൊരു അമുസ്ലിമായ മനുഷ്യനാണ്. ആ മൂപ്പര് എന്നെ ചോദിക്കും, എന്ത് മനുഷ്യരാണ് ഇവര്? എന്റെ സ്ഥലം മുഴുവൻ കുത്തിക്കളച്ച് നാശായി കളഞ്ഞാലോ ഞാൻ പെട്ടെന്ന് ആളുകൾ ഇടപെട്ടില്ലായിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ജാതി ചോദ്യം ഉത്തരം പറയുന്ന ആളുകളോട് ചോദിക്കാൻ മുജാഹിദുകളോ? അല്ല, ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ചോദിച്ചു പഠിക്കേണ്ടത് വിവരമുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കുകയും അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നവരായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും. മനസ്സിലായോ? ഇനി ഒരു അഹ്സനിയുടെ മുന്നിൽ പോയി ചോദ്യം ചോദിച്ച് പഠിക്കേണ്ടുന്ന ഗതികേടൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ? മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഉടനെ അവിടെ എത്തും. ഞാൻ ചോദിക്കട്ടെ, മരിച്ചുപോയ ഒരു വലിയോ, ഒരു ശൈഖോ, ഒരു നബിയോ അല്ലെങ്കിൽ ഒരു ഷഹീദോ ആരെങ്കിലും ഒരാള് ആളുകളുടെ അടുത്ത് കടന്നു വരുമെന്നവരുടെ റൂഹ് വരുമെന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു ഹദീസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല, സാധ്യമല്ല. നിങ്ങൾക്കറിയുമോ, ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി വിളിച്ചിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ജാബിറേ, നിന്റെ ഉപ്പയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാർ അല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നിന്റെ ഉപ്പയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ഉടനെ ജാബിറേ, നിന്റെ ഉപ്പ മറുപടി പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകണം. അവിടെ പോയി സുഖലോലുപനായി കഴിയാനല്ല, മറിച്ച് എനിക്ക് അവിടെ പോയി നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് വീണ്ടും എനിക്ക് ഈ പദവിയിൽ തിരിച്ചു വരണം അല്ലാ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു എന്താണ് ജാബിറേ നിന്റെ ഉപ്പയ്ക്ക് കൊടുത്ത മറുപടി എന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനിതാ വിധി തീരുമാനിച്ചിരിക്കുകയാണ്. അതേ, മരിച്ചു ഇങ്ങ് റൂഹെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു മടക്കുകയില്ല എന്ന് ഞാൻ വിധിച്ചു പോയെന്ന് ജാബിറേ നിന്റെ ഉപ്പയോട് അല്ല പറഞ്ഞു എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമല്ലേ? ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഷഹീദുമാരുടെ ആത്മാവിനെ പോലും അല്ല തിരിച്ചുവിടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിനെ തന്നെ തിരിച്ചുവിടുന്നത് അത് അവിടുത്തെ ഖബറിലേക്ക് മാത്രമാണ്. ആ വിഷയവും റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അശ്വനിയുടെ മറുപടി നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി നിങ്ങൾക്ക് എവിടുന്നെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? മുഹ്യിദ്ദീൻ ശൈഖ് ഉടനെ അവിടെ വരും. അദ്ദേഹം ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്ന ആളാ, ചോദിച്ചാൽ അപ്പ ഉത്തരം കൊടുക്കുന്ന ആളാ. സുബ്ഹാനല്ലാഹ്.
എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ല പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകാമെന്ന്. അവിടുന്ന് പോലും പറഞ്ഞത് അദ്ദേഹത്തിന്റെ കവിതാശകലങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഉസ്താദുമാരെ. നിങ്ങൾ ഖുതുബിയത്ത് ചൊല്ലാറുണ്ടല്ലോ. ഖുതുബിയത്ത് ഉണ്ടാക്കിയത് 1040 ജനിച്ച് 1112 മരിച്ചുപോയ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന തമിഴ്നാട്ടുകാരനായ ഒരു പണ്ഡിതനല്ലേ? എന്നാൽ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ല എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അതേ ഖുതുബിയത്ത് പരിഭാഷയും വിശദീകരണവും എന്ന ഈ പുസ്തകത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതാ കൊടുത്തിട്ടുണ്ട്. ഹാദാ ലിശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതിൽ അദ്ദേഹം പറയുന്ന വാചകം കേട്ടോളൂ. പ്രയാസമുണ്ടാകുമ്പോൾ എന്നെ വിളിക്കണമെന്നാണോ? അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് നിങ്ങൾ അവലംബം കാണേണ്ടത്, വിളിക്കേണ്ടതും ആരെയാണ്? فافزع سريعا بقلب محرق وجل مستعطفا خائفا من سطوة الله وقل إذا ضاقت الأحوال مبتهلا برفع صوت لا يا غارة الله. മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ല പറയാ, ഫഫ്സഅ സരീഅൻ, പെട്ടെന്ന് നീ പേടിച്ചു ചെന്നോ, ബിഖൽബിൻ മുഹ്റഖിൻ വജിലിൽ, കരിയുന്ന പിടയ്ക്കുന്ന നിന്റെ മനസ്സുമായി, മുസ്തഅതിഫൻ ഖായിഫൻ മിൻ സത്വത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്തിലേക്ക് ഭയത്തോടെ, അതുപോലെ തന്നെ മയം ചെയ്യുന്നവനായ നിലയിൽ നല്ല നിലയ്ക്ക് റബ്ബിന്റെ അടുത്തേക്ക് ചെന്നോ. എന്നിട്ട് മോനെ നീ എന്ത് പറയണം? നിന്റെ അവസ്ഥകൾ വല്ലാതെ ഇടുക്കമാകുമ്പോൾ, വല്ലാതെ കുടുസാകുമ്പോൾ നീ പറഞ്ഞോ, ഉയർന്ന ശബ്ദത്തിൽ നീ പറഞ്ഞോ, യാ ഗാറത്തല്ലാഹ്, ഓ അല്ലാഹുവിന്റെ സഹായമേ. റബ്ബിനോട് പറയാനാ, റബ്ബിന്റെ ജനാബിലേക്ക് പോകാനാ, റബ്ബിന്റെ അടുത്തു നിന്ന് നീ നിന്റെ അവലംബം കണ്ടോളൂ എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. കണ്ടോ? അപ്പൊ മുഹിയുദ്ദീൻ ശൈഖിന് ഇല്ലാത്ത വാദം, മുഹിയുദ്ദീൻ ശൈഖ് പരിചയിച്ചിട്ടില്ലാത്ത വിഷയം, അത് അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനം, അതേ ചോദ്യത്തിന്റെ മുന്നിൽ ഊരിച്ചാടാൻ വേണ്ടി പെട്ടെന്നൊരു റെഡിമെയ്ഡ് മറുപടി. എടാ ഉപ്പർ ആദ്യം വിചാരിച്ച് ഞാൻ നേരത്തെ ഉത്തരം മനസ്സിൽ കണ്ടുവച്ച ചോദ്യമായിരിക്കും ഉപ്പർ ചോദിക്കാണെന്നാ. അവസാനം ചോദ്യം ആ റൂട്ടിലല്ല വന്നത്. അപ്പൊ മറുപടി പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പറയണമല്ലോ, പെട്ടെന്ന് ഒപ്പിച്ച മറുപടിയാ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിച്ചിട്ടേ ഓനെ പെടൂന്ന്. ആര്? മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, ചിന്തിക്കണം, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാനതാ പറയുന്നത്, കഴിഞ്ഞുപോയ മരിച്ചുപോയ ഒരാളുടെ റൂഹ് തിരിച്ചു കൊടുക്കുമെന്നോ, അദ്ദേഹം ഇവിടെ വന്ന് ജനങ്ങളുമായി ബന്ധപ്പെടുമെന്നോ തെളിയിക്കാൻ റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാ വേണ്ടത്. അവിടെയാണ് വിഷയം. അപ്പോൾ ഈ നിലക്കൊക്കെ മറുപടി പറയുന്ന ആള്, എനിക്കേട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ ആശയവൈകല്യത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സാധാരണ പറയാറുണ്ട്, മുജാഹിദുകൾ ഒരു പരിപാടി എടുത്തു. എന്താ മുജാഹിദുകൾ എടുത്ത പരിപാടി? ലാത്തയും ഉസ്സയും ഒക്കെ മഹാനാണെന്ന് മുജാഹിദുകൾ വരുത്തി തീർത്തു. അങ്ങനെ ലാത്തയെക്കുറിച്ച് മുജാഹിദുകൾ മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞു വരുത്തി. അങ്ങനെ ലാത്തയോട് പ്രാർത്ഥിക്കാം, ഇപ്പൊ സുന്നികളും അങ്ങനെ പറയുന്നു എന്ന് മുജാഹിദുകൾ ഞങ്ങളെ പേരിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ യാതൊരു പരിപാടിയുമില്ല എന്ന് ഒരാൾ പ്രസംഗിക്കുന്നു.
വേറൊരാള് പറയുന്നു അല്ല, ലാത്ത മഹാൻ തന്നെയാണ്, അങ്ങനെ അഭിപ്രായമുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ കേട്ടോളൂ, ഇതേ അഹ്ശനിയുടെ ഉറ്റതോഴനായ മറ്റൊരു അഹ്ശനി അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ ഒരു വാചകം. ലാത്തനെ ഉസ്സനെ ഒന്നും വിളിക്കാൻ പറ്റൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തമായ സംഗതിയാ. കാരണം മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. പിന്നെ ഇവർ നമ്മളെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി പല അടവുകളും സ്വീകരിക്കും. ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചത് ലാത്തനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കേണ്ടതുമില്ല. നമ്മൾ പറഞ്ഞു ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ തുടങ്ങിയെന്ന് ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേട്ടിട്ട് ഞാൻ വിശദീകരിക്കാം, കേട്ടോളൂ. ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാലിഹ്യങ്ങളുണ്ട്, ആ സാലിഹ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് ഫത്തുൽ ബാരിയിലുള്ളത്. ആയിക്കോട്ടെ, ആ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഫത്തുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഥ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ആള് ലാത്തയെ വിളിക്കാൻ പാടില്ല, അങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസം ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ ആളെന്താ? നേരത്തെ പറഞ്ഞയാളെ ശക്തമായി വിമർശിക്കുന്നു, അദ്ദേഹത്തിന്റെ വാദത്തെ ചവിട്ടി മെതിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ലാത്ത മഹാന്മാരാണ്. അതാരാ പറഞ്ഞത്? മുജാഹിദ് മൗലവിമാരല്ല. ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ പേരാണ് ലാത്തയെന്നും ഉസ്സയെന്നും ഒക്കെയുള്ളത്. അങ്ങനെ പേരാണെന്ന് സങ്കൽപ്പിച്ചാൽ മഹാനായ ലാത്തേ എന്നെ സഹായിക്കണേ എന്നൊരാള് വിളിച്ചു തേടിയാൽ അതൊരിക്കലും ശിർക്കല്ല, അത് തൗഹീദിന്റെ സത്ത തന്നെയാണ്. നിങ്ങൾ നോക്കൂ, നേരത്തെ ഒരാൾ പറഞ്ഞു റസൂലുള്ളാഹി വിളിച്ചിട്ടില്ല, മറ്റൊരാൾ പറഞ്ഞു വിളിച്ചു. ഇവിടെ ഒരാൾ പറഞ്ഞു ലാത്തയെ വിളിക്കാൻ പാടില്ല, മറ്റേ ആൾ പറയുന്നു ലാത്തയെ വിളിക്കാം. ഏത് മതമാ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? ഏത് ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നിവരെത്തിപ്പെട്ടിരിക്കുന്ന മേഖല ഇതാ. ലാത്തയോടും തേടുന്നതിന് വിരോധമില്ല, മഹാനാണെന്ന് കരുതിയാൽ മതി. സുബ്ഹാനല്ലാഹ്, ഈ കാമിൽ സക്കാവിമാർക്ക് കിട്ടിയ ഈ തന്ത്രമെങ്ങാനും സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയ്ക്കും യാസിർ റളിയല്ലാഹു അൻഹുവിനും അമ്മാർ റളിയല്ലാഹു അൻഹുവിനും കിട്ടിയിരുന്നെങ്കിൽ അവർ ഇസ്ലാമിന്റെ പേരിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എന്തിനാ അവർ പീഡനങ്ങളേറ്റത്? ലാത്തയെന്ന് വിളിക്കാത്തതിന്റെ പേരിലാണ്, ഉസ്സ എന്ന് വിളിക്കാത്തതിന്റെ പേരിലാണ്. അതാ സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊണ്ട് കെട്ടിയിട്ടിട്ട് അതാ അവരുടെ ശരീരത്തിലേക്ക് മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വിളിക്കടി ലാത്തയെന്ന് വിളിക്കോ. മഹദി അവர்கள் പറഞ്ഞു, ഇല്ല, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അവനെ അല്ലാതെ ഞാൻ വിളിക്കില്ല. ലാത്തയെന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വലിയാണ്, മഹാനാണ് എന്ന അർത്ഥത്തിൽ അങ്ങ് വിളിച്ചാൽ പ്രശ്നമുണ്ടാകുമായിരുന്നോ? ഉസ്താദുമാരെ, നിങ്ങളുടെ ബുദ്ധി റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ഇല്ല കേട്ടോ. നിങ്ങളുടെ തന്ത്രം അവർക്കില്ല. അവരെ ദീന് പഠിപ്പിച്ചു കൊടുത്തത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തെ നെഞ്ചിലേറ്റിയവരാണവർ. അതിനുവേണ്ടി ജീവൻ ബലി കഴിപ്പിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് ആമുഖമായി കാണിച്ചത് ഇത്രയും നേരം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം ഇവരുടെ ആശയത്തിന്റെ വൈകല്യത്തിന്റെ തലങ്ങൾ എത്ര വരെ എത്തിയിട്ടുണ്ടെന്ന് കാണിക്കാനാ. കണ്ടോ, ഒരാൾ പറയും അത്, ഒരാൾ ഇങ്ങനെ വൈരുദ്ധ്യാധിഷ്ഠിത സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഒരു വിഷയം നിങ്ങൾക്ക് CD-യിലൂടെ പുറത്തു വരാനിരിക്കുന്നു. അതിൽ കാണാം ഇന്ന് സമസ്ത എത്തിപ്പെട്ടിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നൊരു വിഷയം, ഇവിടെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തെ
മുജാഹിദുകൾ എടുത്തുദ്ധരിച്ചതിൻ്റെ പേരിൽ മുജാഹിദുകളെ വല്ലാതെ കളിയാക്കിയിട്ടുണ്ട്. അതേ മുജാഹിദുകൾ ആദ്യം പറഞ്ഞ വാദത്തുനിന്ന് മാറിയിരിക്കുന്നു. ഇപ്പോഴല്ലാഹുവിനെ കുറിച്ച് മനുഷ്യർക്കുള്ള അവയവമുണ്ടെന്നും കേറുന്നു ഇറങ്ങുന്നു എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഇവർ വിശ്വസിക്കുകയാണെന്ന് അതാ ഇവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അവനിലുള്ള വിശ്വാസം എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കടന്നു വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അടുത്തേക്കതാ സ്വഹാബി വര്യന്മാർ ഒരു അടിമ പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. അടിമ പെൺകുട്ടിയെ കൊണ്ടുവന്നു നിർത്തുകയാണ്. എന്നിട്ടതാ സ്വഹാബി വര്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ള ഉടൻ തന്നെ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഹദീസ് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാ റസൂലുള്ള പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഐനല്ലാഹ്, മോളെ അല്ല എവിടെയാണ്? ഉടനെ ആ പെൺകുട്ടിയുടെ മറുപടിയാണ് അല്ലാഹ് പാശാരത്ത് ഇലസ്സമാ. ആ പെൺകുട്ടി അതാ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതേ അല്ലാഹ് ഉപരിയിലാണെന്നങ്ങ് വിശദീകരിച്ചു കൊടുത്തു. അടുത്ത ചോദ്യം വരുന്നു, ഞാനാരാണ് മോളെ? ഉടനെ റസൂലുള്ളാഹിക്ക് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണെന്നറിയുമോ? ഖല്ലി സബീലഹാ, അവളെ നിങ്ങൾ മോചിപ്പിക്കൂ. ഫഇന്നഹാ മുഅ്മിനാ, ഈ പെൺകുട്ടി സത്യവിശ്വാസിനിയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. മുജാഹിദുകൾ അല്ലാഹു ഉപരിയിലാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ച വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾ കൊണ്ട് നടക്കുന്ന വിശ്വാസമാണ് ശരിയെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതാ ഈ ഹദീസ് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇനി മാത്രമല്ല, അക്കൂട്ടത്തിൽ ഞാനിതാ ഒരു കാര്യം കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർദ്ധരാത്രിയായാൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നൊരു ഹദീസുണ്ട്. ആ ഹദീസിനെയും നിഷേധിച്ചു ഇവര്. മാത്രമല്ല, ഇവരിവരുടെ യുക്തി കൊണ്ട് ചിന്തിച്ചു നോക്കിയപ്പോൾ ഇവർക്ക് ആലോചിച്ചു, കേരളത്തിൽ 12:30 അതേ അർദ്ധരാത്രിയാകുമ്പോൾ അമേരിക്കയിൽ അർദ്ധരാത്രിയല്ലല്ലോ. അപ്പം അല്ല രാത്രിയിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും മൗലവി? ഓ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഈ ചെറുബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന തലത്തിലല്ല അല്ല കേട്ടോ. ആ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. വാള്യം 35 ലക്കം 3 പേജ് 9. അതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഹൈറ്റ് എങ്ങനെയുണ്ട്? അള്ളാഹു എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 12:30 മണിയായാൽ, നമ്മളെ ഭാഷയിൽ പറയാം, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. പിന്നെ എപ്പോഴാ അള്ളാഹു കയറലെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. കാരണം ഭൂമി എന്ന് പറഞ്ഞാൽ ചങ്ങാതിമാരെ മുജാഹിദുകൾക്ക് അറിയില്ലെങ്കിലും സ്കൂൾ പോണ കുട്ടികൾക്ക് അറിയാം ഭൂമി ഉരുണ്ടതാണ് അല്ലേ? ഭൂമി ഉരുണ്ടതാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് രാത്രിയാകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല ഭാഗത്തും പകലാണ് അല്ലേ? അപ്പൊ അർദ്ധരാത്രി എന്നത് ഓരോ ഭാഗത്തും ഓരോ സമയത്താണ്. 24 മണിക്കൂർ ഓരോ സ്ഥലത്ത് അർദ്ധരാത്രി ഇക്കാരം. അള്ളാഹു ആണെങ്കിലോ നമ്മളെ മാത്രം അള്ളാഹു അല്ലല്ലോ, എല്ലാരെയും അള്ളാഹു ആണ്. അപ്പൊ എല്ലാവർക്കും അർദ്ധരാത്രിയായ ഇറങ്ങും വേണം. അപ്പോഴോ അള്ളാഹു തല ഇറങ്ങന്നെ 12 മണിയായി തുടങ്ങി ഇറങ്ങന്നെ പടച്ചോൻ കുടുങ്ങി കയറാൻ, പിന്നെ അള്ളാഹ്ക്ക് നേരണ്ടാവൂല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല. കാരണം ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിൽ
നിങ്ങൾ പറഞ്ഞ ഈ യുക്തിവാദമില്ല കേട്ടോ. അതിനതാ ഞാനൊരു തെളിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന കിതാബ് ആരുടെയാണെന്നറിയുമോ? ഇത് മഹാനായ ഉസ്മാൻ ഇബ്നു സഈദ് ദാരിമി. അദ്ദേഹം എന്നാ വഫാത്തായത്? 280 ഹിജറ 280. അതേ ഉത്തമ നൂറ്റാണ്ട് കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ കിതാബാണ് അർ-റദ്ദു അലൽ ജഹ്മിയ്യ. ജഹ്മിയാക്കൾക്ക് മറുപടി പറയാൻ വേണ്ടി എഴുതിയ കിതാബാണ്. അതേ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ പുതിയ ആശയങ്ങൾ കടത്തിക്കൂട്ടിയ പുത്തൻവാദികളായ ജഹ്മിയ വിഭാഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മുഹദ്ദിസായ ഉസ്മാൻ ഇബ്നു ഹദീസ് സഈദ് ദാരിമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. 5 ബാബുൻ നുസൂൽ, ഇറങ്ങുക, ഇറക്കം, ഇറങ്ങൽ എന്ന അധ്യായം. ആ അധ്യായത്തിൽ അള്ളാഹു ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയത്തുകൾ കൊടുത്തതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഫല്ലദീ യഖ്ദിറു അലൻ നുസൂലി യൗമൽ ഖിയാമ മിനസ് സമാവാതി കുല്ലിഹാ ലിയഫ്സില ബൈന ഇബാദിഹി.